സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ഏപ്രിൽ 7. അജിനോമോട്ടോയുടെ രാസവാക്യം അജിനോമോട്ടോ C5H8NNO4. C5H8NNO4. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പൗരത്വം. 5 മുതൽ 11 വരെ. 5 മുതൽ 11. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറിയത്. ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് PJ ആന്റണി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരം കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ ഓറിയോൺ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ 14-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹാലനോബിസ്. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തന്റെ കൃതിയാണ് മുദ്രാരാക്ഷസം. വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റ് ഏത്? വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റാണ് ആംബിയർ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ ലൈസോസോമാണ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? ലൈസോസോം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. 1951. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. തഷ്കന്റ് കരാർ ലാൽ ബഹദൂർ ശാസ്ത്രി. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ജടായുപ്പാറ കൊല്ലം ജില്ല. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്? കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഗുരുശിഖർ. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1991. 1991.
ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം? GPS USA ആണ്. USA. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമ ദിനം നവംബർ 26 ആണ്. നവംബർ 26. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ്? റെസിസ്റ്റൻസ് ഓം ആണ്. ഓം. കുടുംബശ്രീ ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ഉപ്പ് ഗുജറാത്തിലാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? 1885. 1885. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഏതാണ്? ഘർഷണ ബലമാണ്. ഘർഷണ ബലം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം? കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2010 ആണ്. 2010. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനംഗൽ. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുവാൻ കാരണം? അപവർത്തനമാണ്. അപവർത്തനം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയം. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര്? ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠ സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ. N മഗാജയ് എഴുതിയത്? N മഗാജയ് എന്ന കൃതി ആരുടേതാണ്? അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് N മഗജയ് എന്നത്. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ചത് വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂരാണ്. കണ്ണൂർ. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924 ആണ്. 1924. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ചുവന്ന നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത്? അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ധാതു സമ്പത്തിൽ 1-ാം സ്ഥാനം ജാർഖണ്ഡ്. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മീനമാത രോഗം.
അന്തരീക്ഷത്തിൽ മെർക്കുറിയുടെ മലിനീകരണം മൂലമുണ്ടാകുന്നതാണ് മീനമാത രോഗം. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ എന്ന. ഡെക്സ്ട്രോകാർഡിയ എന്താണ്? ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് തുലാവർഷം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത്. ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് തെളിയിച്ചത് ജെ.സി. ബോസ് ആണ്. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആര്? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ്. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ഏതിന്റെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം എന്നത് ആരെഴുതിയ പുസ്തകമാണ്? കമല സുരയ്യയാണ്. എഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അൺഹാപ്പി ഇന്ത്യ. ലാലാ ലജ്പത് റായാണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആധുനിക ഇന്ത്യ എം വിശ്വേശ്വരയ്യയാണ് ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം വയനാട് ജില്ല. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത്? ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് പൂർവഘട്ടമാണ്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്. 29,032 അടി. 8848.86 മീറ്റർ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? മാസ് സംരക്ഷണ നിയമം ലാവോസിയർ ആണ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് E.C. ജോർജ് സുദർശൻ. E.C.G. സുദർശൻ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനക്ക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് തമിഴ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുവാൻ കാരണം ഭൗമവികിരണമാണ്. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡോർഫ് എന്നത് തെങ്ങ്. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകമാണ് റെക്മാർക്ക്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശ്.
ത്രിപുരയാണ്, ത്രിപുര. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം, ആണവ നിലയം. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? ബ്ലാക്ക് ഫുഡ് ഡിസീസ്, ആഴ്സനിക്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണം ആഴ്സനിക്. 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ്, 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത്, മനുഷ്യനിർമ്മിത പെട്രോൾ ഹൈഡ്രജൻ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ, അഷ്ടമുടി കായൽ. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം, GST ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ്. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത, കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്തയാണ് ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ, ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലം. GST നിലവിൽ വന്ന തീയതി, GST 2017 ജൂലൈ 1 2017 ജൂലൈ 1 GST നിലവിൽ വന്ന തീയതി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം, GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്, ഇന്ത്യയുടെ ദേശീയ വരുമാനം ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാബായ് നവറോജി. പഖ്വി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, പഖ്വി ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശാണ്, അരുണാചൽ പ്രദേശ്. അവസാനത്തെ ചോദ്യം, അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏത്? അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്, ഹൃദയം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.